വളരെ യാദൃശ്ചികമായി ഫിഷ് ബോൾ റീഫില്ല് ചെയ്തപ്പോൾ വന്ന് പെട്ട ഒരു പഴുതാരയാണിത്. അപ്പോൾ ചിലോപ്പോഡ ക്ലാസ്സിൽപ്പെട്ടാണ് ഈ പഴുതാര എന്ന് പറയുന്നത്. അത് തന്നെ 5 ഓർഡറായിട്ട് തിരിച്ചിട്ടുണ്ട്. ജിയോഫിലോമോർഫ അതായത് സോയിൽ സെന്റിപ്പീഡ്, ലിഥോബയോമോർഫ അതായത് റോക്ക് ആൻഡ് ഗാർഡൻ സെന്റിപ്പീഡ്, സ്കോളോപെൻഡ്രോമോർഫ അതായത് ട്രോപ്പിക്കൽ ഓർ ജയന്റ് സെന്റിപ്പീഡ്, സ്കൂട്ടിജിറോമോർഫ ഫെദർ ഓർ ഹൗസ് സെന്റിപ്പീഡ്, ക്രാറ്ററോസ്റ്റിഗ്മോമോർഫ അത് ഒരു സ്പെഷ്യൽ സെന്റിപ്പീഡ് കണ്ടുവരുന്നത് ടാൻസാനിയയിലും ന്യൂസിലാൻഡിലൊക്കെ കണ്ടുവരുന്ന ഒരു സെന്റിപ്പീഡ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ കണ്ടിട്ട് സ്കോളോപെൻഡ്രോമോർഫ ഓർഡറിലെ സ്കോളോപെൻഡ്ര ജനസിലെ സ്കോളോപെൻഡ്ര സബ്സ്പിനൈപ്സ് എന്ന സ്പീഷീസ് ആണെന്ന് തോന്നുന്നു. ഇത് ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഉള്ളിടത്തും ഫോറസ്റ്റിലും ഗ്രാസ് ലാൻഡ്സിലും ഒക്കെ കണ്ടുവരുന്ന മെയിനായിട്ട് സൗത്ത് ഏഷ്യയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ കണ്ടുവരുന്ന ചൈന, ഇന്ത്യ, ഇന്ത്യൻ ഓഷ്യൻ ഭാഗത്തൊക്കെ ആയിട്ടുള്ള ഒരു സെന്റിപ്പീഡാണ്. ഇതിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ജയന്റ് സെന്റിപ്പീഡ്, വിയറ്റ്നാമീസ് സെന്റിപ്പീഡ്, ചൈനീസ് റെഡ് ഹെഡഡ് സെന്റിപ്പീഡ് എന്നൊക്കെ ഇതിന് പേരുകളുണ്ട്. ഇത് ഒരു പ്രഡേറ്റർ ആണ്. അതുപോലെ തന്നെ കഴിക്കുന്നത് ഇൻസെക്ട്സിനെയും ചെറിയ ചെറിയ എട്ടുകാലികളെയും പിന്നെ ചെറിയ മാമൽസിനെയൊക്കെ ഇത് കഴിക്കും. റെപ്റ്റൈൽസിനൊക്കെ ഇത് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ഇരുണ്ട ഏരിയാസിലാണ് ഇതിനെ മെയിനായിട്ട് കണ്ടുവരുന്നത്. അതായത് ഈ കല്ലുകൾക്കൊക്കെ ഇടയിൽ മണ്ണിൽ അഴുകിയ മരത്തിൻ്റെ ഇടയ്ക്കൊക്കെ ഇതുണ്ടാവും. ഇത് ഒരു എക്സ്റ്റിങ്ക്റ്റ് സ്പീഷീസ് ഒന്നുമല്ല. ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു സംഭവം, ഒരു പഴുതാരയാണ്. 20 സെൻറ്റിമീറ്റർ വരെ ലെങ്ത് വെക്കുന്ന ജയൻറ്റ് സെൻറ്റിപ്പീഡാണിത്. ഇതിൻ്റെ ഒരു ഐഡൻറ്റിഫയിങ് ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് റെഡിഷ് ആൻഡ് ബ്രൗൺ ടു ഡാർക്ക് കളേർഡ് ബോഡി ആയിരിക്കും. പിന്നെ ഓറഞ്ച് തലയായിരിക്കും. തലയും വാലൊക്കെ ഏകദേശം ചെറിയൊരു റെഡിഷ് ഓറഞ്ച് ആയിരിക്കും. പിന്നെ ഇതിന് ഫോസിപ്യൂൾസ് ഉണ്ടാവും. അതായത് ഇതിൻ്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ കാലുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിഷം ഇഞ്ചെക്ട് ചെയ്യാനായിട്ടുള്ള, എന്ന് വെച്ചാൽ പിടിച്ച ഇരകളിലേക്ക് വിഷം ഇഞ്ചെക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ വിഷം എന്ന് പറയുന്നത് പ്രോട്ടീൻസും എൻസൈംസും കടങ്ങിയേക്കുന്ന ഒരു മിശ്രിതമാണ്. അതിൻ്റെ അകത്ത് ന്യൂറോടോക്സിൻസ് ഉണ്ടാവും, കാർഡിയോടോക്സിൻസ് ഉണ്ടാവും. ഇത് മനുഷ്യർക്ക് ലീതലല്ല, പക്ഷേ നല്ല പെയിനും ഉണ്ടാവും, പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് അലർജിക്ക് ആണെങ്കിൽ പെട്ടെന്ന് മെഡിക്കൽ അറ്റൻഷനും വേണം. ഇത് എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജീവിയാണ്. കാരണം ഇതൊരു നല്ലൊരു പ്രഡേറ്ററാണ്. ഈ സ്പൈഡേഴ്സിൻ്റെ ഇതിൻ്റെയൊക്കെ പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷേ ഹാബിറ്റാറ്റിൻ്റെ ഡിസ്ട്രക്ഷനും പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസേജും മണ്ണിലുള്ള പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസേജും പിന്നെ ഇത് എക്സോട്ടിക് പെട്രൈറ്റിനൊക്കെ ആയിട്ട് ഒരുപാട് പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഇത് ത്രെറ്റൻഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ബ്ലാക്ക് എഡ്ജ്ഡ് ലെഗ്സ് ആണ് ഈ ഫോർസിപ്യൂൾസ്. അതായത് ഇത് വെച്ചിട്ടാണ് ഇവ കടിക്കുന്നതും വിഷം ഇഞ്ചെക്ട് ചെയ്യുന്നതും. ഇതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം മുട്ടകൾ, പിന്നെ നിംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഹാച്ച്ലിങ്സ്, അതായത് മുട്ട ഹാച്ച് ചെയ്ത് ഉടൻ തന്നെയുള്ള പഴുതാരകൾ, പിന്നെ അഡൽട്സ് എന്നിവയാണ്. അപ്പോൾ നല്ല ഡാർക്ക് ആയിട്ടുള്ള മോയ്സ്റ്റ് ഏരിയാസിലാണ് ഫീമെയിൽസ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് മുട്ടകളിടുന്നത്. ഞാൻ മുട്ടകളെ ഇവർ ഗാർഡ് ചെയ്യും. ആ സമയത്ത് ഇവർ ഭയങ്കര അറ്റാക്കിംഗ് നേച്ചറാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.